അപ്പോൾ മുത്തുമണികളെ ചങ്കുകളെ ഈ കിളവ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നത് വേറെ ഒന്നും അല്ലടവേ, നമ്മുടെ ഈ നമ്മുടെ രാജ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ അതായത് രാജ്യത്തോട് ഈ ബാക്കിയുള്ള ഒരു മനുഷ്യർക്കും രാജ്യസ്നേഹമില്ല. നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ താമസിക്കുന്ന ആർക്കും ഒരു രാജ്യസ്നേഹമില്ല. അതായത് നമ്മുടെ ജനങ്ങളോട് കുറച്ചെങ്കിലും പ്രതിബദ്ധതയുള്ള കുറേ ആൾക്കാരാണ് റിയാക്ഷൻകാർ. അപ്പം അത് തന്നെ ഇച്ചിരി മൂപ്പ് കൂടിയ ഒരു ഐറ്റം ഉണ്ട്. അതായത് ജനങ്ങളോട് പ്രതിബദ്ധത കൂടുതലുള്ള ഒരാളാണ് മഞ്ജു ആൻ്റണി. അപ്പം ഈ മഞ്ജു മാഡം പറയുന്ന നമുക്കൊന്ന് കേൾക്കാം, കേട്ടോ. അതായത് പുതിയൊരു കൃഷ്ണകുമാറിന് ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ, ഈ മക്കൾക്ക് ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ, അതോ പൈസയ്ക്ക് ഇത്രയ്ക്കും ആക്രാന്തമാണോ? കാരണം കൃഷ്ണകുമാറിന്റെ മക്കളൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വിവരമൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. അഹാന കൃഷ്ണൻ ഒരു വണ്ടിയൊക്കെ എടുത്ത്, ഒരു പുതിയ വലിയ വണ്ടിയൊക്കെ എടുത്തപ്പോഴത്തേക്കും അയ്യോ ആ പാവം കുട്ടി സബ്സ്ക്രിപ്ഷൻ എടുത്ത കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോടോ. പിന്നെ താൻ വന്നിരുന്ന് ഇങ്ങനെ അങ്ങോട്ട് വിളമ്പിയപ്പോഴാണ് ഞാൻ അറിയുന്നതേ. ഞാൻ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെ നിന്ന് അങ്ങനെ കൂടുതൽ തപ്പി നടക്കണ ഒരാളല്ല. അപ്പോൾ ഈ തപ്പി നടക്കാത്ത ആൾക്കാർക്ക് കൂടെയൊക്കെ നമുക്കൊന്ന് അറിയിച്ച് നമുക്കൊന്ന് സമൂഹത്തിലോട്ട് നമ്മുടെ ഒരു ജനങ്ങളോടുള്ള പ്രതിബദ്ധത നമുക്കൊന്ന് കൂട്ടിയെടുക്കണമല്ലോ. അങ്ങ് പറഞ്ഞോ. അത് ശരി. അപ്പോൾ താങ്കൾ അവിടെ പോയി സബ്സ്ക്രിപ്ഷൻ കാണാറുണ്ട് അല്ലേ? എന്നിട്ടല്ലേ ചകിഞ്ഞ് പറക്കിക്കൊണ്ട് വരുന്നത്. പിന്നെ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ കണ്ടിട്ടുണ്ട്, എങ്ങനെയുണ്ട്, കൊള്ളാമോ? പിന്നെ ഇനിയിപ്പോൾ അടുത്ത കൃഷ്ണകുമാറിൻ്റെ മക്കൾ കൊച്ചു പിള്ളേരായിരിക്കും. ഞാൻ 1-2 കണ്ടിട്ട് ഞാൻ ഇതിനു മുമ്പാണ്ടൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് കുട്ടികളെ അറിയത്തില്ല. പിന്നെ കൊച്ചു പിള്ളേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സെലിബ്രിറ്റിയാണ്, ഒരുപാട് പേര് കാണാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ വളർച്ച, സബ്സ്ക്രിപ്ഷനിൽ വളർച്ച കണ്ടിട്ടാണോ, ഇനി സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സബ്സ്ക്രിപ്ഷൻ തരംഗമായതുകൊണ്ടാണോ കൃഷ്ണകുമാറിന്റെ മറ്റൊരു മകളും കൂടി തുടങ്ങിയിരിക്കുകയാണ്? ആണോ? അത് ശരി. അപ്പോൾ സെലിബ്രിറ്റിയൊക്കെ ഡിമാൻഡ് കൂടുതലാണ് അല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങളാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഒക്കെ തരണമല്ലോ അല്ലേ? പക്ഷെ ഒരുപാട് സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് തുണി അടിക്കുന്ന ആ ഒരു സാഹചര്യം വരെ എത്തി നിൽക്കാണ്. ഈ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രം മതി, അതിനുള്ള റിപ്ലൈ ഇവിടെ അങ്ങോട്ട് തരണ്ടേ? കൃഷ്ണകുമാറിൻ്റെ മക്കൾ അവർ തുണി അഴിക്കുന്നത് താൻ കണ്ടോ? എങ്ങനെയാണ് കണ്ടത്? ഇൻസ്റ്റാഗ്രാമിലാണോ? അപ്പോൾ താൻ പോയി എത്തി നോക്കിയിട്ടല്ലേ കണ്ടത്? പറ. അച്ഛൻ പറയുന്നത് മക്കളുടെ സ്വാതന്ത്ര്യം, ഞാൻ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് എന്നാണ്. അപ്പം എന്താണ് താങ്കളെ പോലെയുള്ള ആൾക്കാര് പൊതുജനത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അത് നല്ലൊരു ചോദ്യമാണ്. ഈ കൃഷ്ണകുമാറിനെ പോലെയുള്ള ആൾക്കാര് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അപ്പോൾ മഞ്ജു എന്ന് പറയുന്ന നിന്നെ, അപ്പോൾ ഈ നീ എടി പൊടി എന്നൊക്കെ വിളിക്കുമ്പോൾ ചില ആൾക്കാർ വന്നിരുന്ന് ചൊറിയും. കാരണം അവളെ എടി പൊടി എന്ന് വിളിക്കാൻ നീ ആരടാ മറ്റേ മോനെന്ന് ചോദിക്കും. അതിന് കാരണമുണ്ടല്ലോ. കാരണം ഈ മഞ്ജു എന്ന് പറയുന്ന മോള് ഈ പുരുഷന്മാരെ എല്ലാം വളരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കും ഇവളെ എടി പൊടി എന്ന് വിളിക്കാം. ഞാൻ അങ്ങനെ വിളിക്കൂ, ഇങ്ങനെയുള്ള ഈ ജനങ്ങളോട് പ്രതിബദ്ധത കൂടിയ ആൾക്കാരോട്. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ചോദിച്ചു നിർത്തിയ ഒരു ചോദ്യമുണ്ടല്ലോ, എന്താണ് താങ്കൾ ഈ ജനങ്ങളോട് നൽകുന്ന അപ്പോൾ താൻ എന്ത് കോപ്പാടോ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്? നീ എന്താണ് ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഒന്ന് പറ. വല്ലവരുടെയും ആരെങ്കിലും തൂറുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനകത്ത് വടിയും കൊണ്ട് ചെകഞ്ഞ് നോക്കാൻ, അതിനകത്ത് എന്തെങ്കിലും തരി കിട്ടുന്നുണ്ടോയെന്ന്. എന്നിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കൊണ്ട് ഇങ്ങോട്ട് വരും. ഇവിടെ ഈ കൊച്ചു പിള്ളേർ പോലും വെറുതെ വിടാതെ നീയൊക്കെ എന്ത് തന്തയില്ലാത്തതാണ് കാണിക്കുന്നത്. അതായത് ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു വീഡിയോയോ ഫോട്ടോയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കിടത്തി പിടിച്ചുകൊണ്ടെങ്കിൽ വരും. അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, ഇവർ തുടങ്ങി, മറ്റത് തുടങ്ങി, മറിച്ചവർ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വരുമല്ലോ. നീ എന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിന് നൽകുന്നത്? ഒന്ന് പറ. എന്താണ് നിങ്ങളുടെ മക്കളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന മെസ്സേജ്? എന്താണ്? ഈ അധികമായാൽ അമൃതം വിഷമാണെന്നാണല്ലോ ഓവർ സ്വാതന്ത്ര്യം കൊടുത്തു വീട്ടില്. ആണോ? എടോ, ആ കൊച്ചു പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവറായിട്ട് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൊച്ചു കുട്ടികളായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ഓവറായിട്ട് തോന്നും.
നിൻ്റെ ശരീരപ്രകൃതി എല്ലാം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഓവറായിട്ട് തോന്നും. അപ്പോൾ നീ എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഓവർ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ മക്കൾ അത് നന്നായിട്ട് അങ്ങ് വിനയവും സബ്സ്ക്രിപ്ഷനിലാണ് മക്കൾ എല്ലാവരും കയറി പിടിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്ന മറ്റൊന്നുമല്ല, ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി അങ്ങോട്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടികൾ തുടങ്ങുന്നത് എന്തിനാണ്? കാശുള്ള അല്ലെങ്കിൽ ഈ പിന്നെ നിന്നെപ്പോലെയുള്ള ആൾക്കാർ പറയുമല്ലോ, ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരെന്ന് പറയുമല്ലോ. ചിലപ്പോൾ ഗൾഫ് ഭാര്യയെ പിരിഞ്ഞിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലും ചിലപ്പോൾ ഭാര്യ ഇല്ലാതെ ഇരിക്കുന്ന, ഭാര്യ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സുഖം കിട്ടും. അതിന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് ചെല്ലും, പോയി കാണും. അതിന് നിനക്കെന്താണ് ചൊറിയേണ്ട കാര്യം? നിൻ്റെ ഭർത്താവും അച്ഛനും ഒന്നും ഇങ്ങനെ പോകാതെ നോക്കിയാൽ പോരെ? നിൻ്റെ ഭർത്താവിന് നീ കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അടങ്ങി അവിടെ കിടക്കത്തില്ലടോ. പിന്നെ എന്തിനാടോ വല്ലവരുടെയും കോപ്പിനകത്ത് ചെന്ന് ചെകഞ്ഞ് കയറി നോക്കി റിയാക്ഷനാണ് കോപ്പാണെന്ന് പറഞ്ഞ് താൻ എന്ത് മെസ്സേജാണോ ജനങ്ങൾക്ക് കൊടുക്കണത്? ഓടിപ്പോയി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് വളരെ കഷ്ടമാണ്. എങ്ങോട്ടാണ് നമ്മുടെ ഈ നാടിന്റെ പോക്ക്? ഏതെങ്കിലും ഒരു പെണ്ണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് കേട്ടാൽ തന്നെ ഒപ്പം ചാടി ഓടി അങ്ങോട്ട് പോവുക. എടോ, അത് അവരുടെ ആവശ്യം. പിന്നെ ഒരു മീറ്റപ്പ് പരിപാടി തുടങ്ങിയായിരുന്നല്ലോ. ചായ കുടിക്കാൻ വിളിച്ചാലോ വട തിന്നാൻ വിളിച്ചാലോ എന്തിനെ വിളിച്ചാലും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. അതെന്തായി? താനും അങ്ങോട്ട് തുടങ്ങടോ. തനിക്കും തുടങ്ങാമല്ലോ. പിന്നെ എന്തിനാണ് ഈ മറ്റുള്ളവർ ചെയ്ത് കാശുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവർ തുടങ്ങി അവർക്ക് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. പിന്നെ നിനക്ക് എന്താണ് ചൊറിയേണ്ട കാര്യം എന്താണ്? ഈ പട്ടി തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. അതല്ലേ അവസ്ഥ? അതായത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചൊറിച്ചിൽ. കാരണം ഈ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നിൻ്റെ ഈ മോന്ത കാണുമ്പോൾ തന്നെ അറിയാം, അസൂയയും കുശുമ്പും അരച്ച് കലക്കി കുടിച്ച ആ മോന്ത കാണുമ്പോൾ തന്നെ അറിയാം നിൻ്റെ മനസ്സിലുള്ള വിഷം. പറയൂ. സബ്സ്ക്രൈബ് ചെയ്യുക, അവരുടെ തുണിയഴിച്ചാട്ടം കാണുക. അതിന് പണം പോകുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കും? അതില്ല. ഇതിനൊക്കെ കടിഞ്ഞാടിടേണ്ട സമയം കഴിഞ്ഞു. അതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം, ജനങ്ങളെ പ്രബുദ്ധരാക്കുക. ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രിപ്ഷനൊക്കെ നിർത്തി. നിന്നെ പേടിച്ച് സബ്സ്ക്രിപ്ഷനൊക്കെ നിർത്തി. പിന്നെ ഈ കൊച്ചു പിള്ളേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ ഇടുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോയും കോപ്പും കൊത്തി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരുന്ന് ഉണ്ടാക്കിയാലേ ചിലപ്പോൾ ഞങ്ങളെപ്പോലെ ആണിനെ പെണ്ണിനെ ഒരുപോലെ കാണുന്ന ആൾക്കാരുണ്ട്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവളുടെ വികാരം കൊണ്ട് അവളെ പുറകെ പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി റിപ്ലൈ തന്നിരിക്കും. കേട്ടോ, അത് കേൾക്കാനുള്ള ശക്തി കൂടെ ഉണ്ടാകണം. സോഷ്യൽ മീഡിയയിലൂടെ ശരീരം അനങ്ങാതെ ഇരുന്ന് ഞം അടിക്കാനുള്ള ഐറ്റം കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പ്രതികരിക്കും. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, കേൾക്കാം. അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം വളർന്നു വരുന്ന തലമുറകൾ ഓരോരുത്തരായിട്ട് ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ വളർന്നു വരുന്ന തലമുറയെ ഉദ്ധരിക്കാനാണ് നടക്കുന്നത്. എടി മോളെ ഇതൊന്നും എല്ലാവർക്കും അറിയത്തില്ല. ഈ പറയുന്ന എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിരങ്ങുന്ന ആളുമല്ല. അപ്പോൾ ഈ അറിയാത്തവരാൾക്കാരെ കൂടി അറിയിച്ച് റീച്ച് ഉണ്ടാക്കുന്ന നിന്നെ എന്താ വിളിക്കേണ്ടത്? നീയൊക്കെ അല്ലേ ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഈ യൂട്യൂബിനകത്ത് വേറൊരു ഓപ്ഷനുണ്ട്, ഈ മെമ്പർഷിപ്പ്. അതും ചെയ്യുന്നത് കാണാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരുണ്ട്. അവർ പോയിരുന്ന് കാണട്ടെ, കാശ് കൊടുത്ത് ചെയ്യുന്നു. അപ്പോൾ കുറേ കൂടെ പബ്ലിസിറ്റി കൊടുത്ത് കൊണ്ടുവരുന്ന ആരാണ്? നിന്നെപ്പോലെയുള്ള റിയാക്ഷൻകാർ, അതായത് നന്മമരങ്ങളല്ലയോ? ആണോ അല്ലയോ? കുറേ കൂടെ അവർക്ക് പബ്ലിസിറ്റി കൊടുത്ത്, അതായത് നമ്മൾക്ക് ഈ എന്താ പറയുന്നത്, ഒരു ചീനിക്കമ്പിൽ ഒരു സാരി ചുറ്റി വന്നാൽ ശരി തന്നെ അതിൻ്റെ പുറകെ ഈ പാവാട വള്ളികളായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും നിന്നൊക്കെ സപ്പോർട്ട് ചെയ്യാൻ. അവരൊക്കെ വന്നിരുന്ന് ഇതൊക്കെ പറയുന്നത് ആസ്വദിക്കും. എല്ലാവർക്കും അത് ആസ്വാദനമായിട്ട് തോന്നത്തില്ല. കൊച്ചു പിള്ളേരൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെയൊക്കെ മോശമായിട്ട് പറയുമ്പോൾ കേട്ടോ, അതല്ലെങ്കിൽ അവർ ചെയ്യട്ടെ. അവിടെ നിനക്ക് ചൊറിയേണ്ട കാര്യം എന്താണ്? നിനക്ക് നല്ല ശരീരവും തണ്ണു തടിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് നീ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ നീ അതങ്ങോട്ട് കാണിച്ച് കാശുണ്ടാക്കടോ. ഇപ്പോൾ എന്ന് പറയാം മീറ്റപ്പ് കോപ്പാണെന്ന് പറഞ്ഞൊക്കെ അങ്ങ് ഇറങ്ങിയല്ലേ, അതൊന്നും അങ്ങോട്ട് വിജയിക്കുന്നില്ല. അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് ഒന്ന് പറ.
എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഒന്ന് പബ്ലിസിറ്റി ആയി ഒന്ന് രക്ഷപ്പെട്ട് വരട്ടെ. അങ്ങനെയെങ്കിലും ഈ അസൂയയും കുശുമ്പും ചൊറിച്ചിലും മാറുമല്ലോ. പറ. എന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. നേരത്തെ അങ്ങനെയൊന്നുമല്ല. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, കുറച്ച് റീൽസ് എടുക്കാം, അതിന് വരുന്ന കമന്റ് ലൈക്ക് ഒക്കെ നോക്കി ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പെൺകുട്ടികളുടെ ചിന്താഗതി. പക്ഷെ പെൺകുട്ടികളുടെ ചിന്താഗതി ഇന്ന് മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പൊ ഏത് വിധേന പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ പെൺകുട്ടികളുടെ ചിന്താഗതി. അല്ല, നമ്മളും അതല്ലേ ചിന്തിക്കുന്നത്. ഏത് വിധേനയും കാശുണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് ഓരോ തന്തയിലാത്രങ്ങൾ വന്നിരുന്ന് പറയുക. അത് കവിഞ്ഞ് എന്താണോ സംഭവിക്കുന്നത്? തൻ്റെ ഉദ്ദേശം അതല്ലേ? പറ. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം നമ്മളെന്താണ് ചെയ്യുന്നതെന്ന്. ഏറ്റവും വലിയ എളുപ്പ കാര്യമാണ് ഈ ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല കേട്ടോ, ഫേസ്ബുക്കിലും ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. വലിയ അപ്പം എല്ലാത്തിലും ഉണ്ട്, പോയി കാണാറുമുണ്ട്. ഇതൊക്കെ അറിയാത്ത ആൾക്കാർക്ക് കുറച്ചുകൂടെ പബ്ലിസിറ്റി അങ്ങ് നമ്മളങ്ങ് കൊടുക്കുകയാണ്. എല്ലായിടത്തും അല്ലേ ഈ ഓരോ പേരിലങ്ങ് കൊടുക്കുകയാണ് അല്ലേ? കുറെ കൂടെ പബ്ലിസിറ്റി അല്ലേ കൊടുക്കണേ? കഷ്ടപ്പാടൊന്നുമില്ല. അല്ലാതെ ഇപ്പൊ യൂട്യൂബിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും ഫേസ്ബുക്കിലാണേലും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന് വ്യൂസ് വരാനായിട്ട് പാടായിരിക്കും. അതിന് എത്ര വ്യൂസ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കണം. ഇതൊരു കഷ്ടപ്പാടുമില്ല. ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക, അതങ്ങോട്ട് ഒന്ന് പ്രൊമോഷൻ കൊടുക്കുക, അനൗൺസ് ചെയ്യുക, ഞാൻ ഡേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞ് വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. ആ ഒരു പോസ്റ്റ് കണ്ട് ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെല്ലാം ഓടിച്ചെന്ന് അങ്ങോട്ട് ചെന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പൊ അത് കഴിയുമ്പോൾ അതിനകത്ത് ചെന്ന് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണിച്ച് വലിയ കഷ്ടപ്പെടുന്ന നിങ്ങൾ. അപ്പൊ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് അല്ലേ? ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണല്ലോ പോകുന്നത് അല്ലേ? പിന്നെ തനിക്കെന്താണോ ചൊറിയുന്നത്? വീട്ടിലെ ഭർത്താവിനും ചിലപ്പോൾ ഇതുപോലെ ഇച്ചിരി ദാരിദ്ര്യമുണ്ട്, പോകാറുണ്ട് ഒളിച്ചിട്ട് പാത്തുമൊക്കെ അല്ലേ? താനൊന്ന് മനസ്സറിഞ്ഞ് നിന്നാ മതിയോ? കെട്ടിയോൻ പോകത്തില്ല. വരിക, ഉടുപ്പൊന്ന് ഊരി കാണിക്കുക. ആദ്യം വരുമ്പോ ഉടുപ്പുണ്ടാവും കേട്ടോ, അതിനുശേഷം ഉടുപ്പൊന്ന് ഊരി കാണിക്കുക. എന്ത് കൃത്യമായിട്ട് പറയണം? പിന്നെ ഇതുപോലെ ഒന്ന് നടന്ന് കാണിക്കുക, പിന്നെ പല ഭാഗങ്ങളും ഒന്ന് സൂം ചെയ്ത് കാണിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത അമ്മാവന്മാരും ഹാപ്പി. ഈ ഇങ്ങോട്ട് അപ്പോ അമ്മാവന്മാരാണ് ഇതിനകത്ത് ചെല്ലുന്നതെന്നാണ് പറയുന്നത്. ഉറപ്പാണല്ലേ? അമ്മാവന്മാർ മാത്രമേ പോകൂ അല്ലേ? ചെന്ന് കയറട്ടോ, അവരുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് അവർ പോട്ടെ. അതിന് തനിക്കെന്താണ് ചൊറിയുന്നത്? നാളെ മുതൽ താങ്കളും അങ്ങോട്ട് തുടങ്ങുക, മീറ്റപ്പ് പരിപാടി അങ്ങ് മാറ്റി വെക്കുക. അതിനേക്കാൾ ലാഭമാണ് വീട്ടിലിരുന്നാൽ മതി, നമുക്ക് കാശുണ്ടാക്കാം അക്കൗണ്ടിൽ. പിന്നെ ഈ നമുക്ക് സുരേന്ദ്രനിട്ട് കുത്തക്കം തുടങ്ങി അല്ലേ? എവിടെയൊക്കെ പാര വെച്ച് നമുക്കിട്ട് പണി തരാമെന്നുള്ള ചിന്തകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, നാം അറിയുന്നുണ്ട് കേട്ടോ. നമുക്കിട്ട് പണിയാൻ നോക്കുക. പിന്നെ ഒരു കേസിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. ആ കേസിൻ്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല, ഞാൻ കാത്തിരിക്കുകയാണ്. പിന്നെ എങ്ങനെയുണ്ട്? അടിപൊളി. എടേ, നീയൊക്കെയാണ് ഈ നാട്ടിൻ്റെ ശാപം. അവർ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു ചെന്ന് കയറിയിട്ട് അതെടുത്തുകൊണ്ട് വന്ന് പബ്ലിക്കായിട്ട് പബ്ലിസിറ്റി ചെയ്യുന്ന നിന്നെയൊക്കെയാണ് ഈ മുഖം ഉണ്ടല്ലോ പിടിച്ച് തറയിലിട്ട് ഉരയ്ക്കേണ്ടത്, റോഡിയിട്ട് ഉരയ്ക്കണം. എങ്ങനെ ഇരിക്കും കേട്ടോ? അതാ ചെയ്യേണ്ടത്. നാട് നന്നാക്കാൻ ഇറങ്ങിയ രക്ഷക, ഭൂലോകരംഭ. കുറേ പാവാട വള്ളികൾ ഉണ്ടെന്ന് കരുതിയിട്ട് പുരുഷവർഗം എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത് കേട്ടോ. പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേൾക്കുന്നതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ തരും ഞാനൊന്നും നിൻ്റെ ഒന്നും പാവാട വള്ളി തൂങ്ങാൻ നടക്കുന്ന ഒരു വ്യക്തികളല്ല. അന്തസ്സും അഭിമാനമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുക. എനിക്ക് കിട്ടുന്നതിനുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും കേട്ടോ. കൊച്ചു കുട്ടികളെങ്കിലും വെറുതെ വിടുക. ചിലപ്പോൾ നിനക്ക് മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ നിൻ്റെ മക്കളുടെയൊക്കെ പ്രായം മാത്രമേ കാണൂ. ഇവരെയൊക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അധിക്ഷേപിക്കാൻ നടക്കുന്നു. പണം പട്ടിക്കും ഉണ്ടാവും. നമുക്ക് വേണ്ടത് അന്തസ്സും അഭിമാനമാണ്. കുറച്ചൊന്ന് ഓർക്കുക കേട്ടോ. ഇത് സുരേന്ദ്രൻ്റെ വാക്കാണ്. നന്നായിരിക്കട്ടെ. ആയുഷ്മാൻ ഭവ.